ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടിരിക്കുന്നത് ഒരു സ്ഥലത്താണ്. അപ്പൊ കണ്ടില്ല, നല്ല അത്യാവശ്യം നല്ല പ്ലേസ് ആണ്. പിന്നെ നമ്മള് എങ്ങനെ വന്നതെന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനെ കിച്ചണിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഷെഫ് തന്നെ നമ്മുടെ ഈ മെട്രോ സ്റ്റേഷനിൽ അടുത്ത് നിർത്തി. അപ്പൊ ഞാൻ എന്തായാലും എനിക്കൊരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ എന്തായാലും അവിടെ ആ ഹോസ്പിറ്റലിന്റെ അവിടെ ഒക്കെ അങ്ങനെ കുഞ്ഞുങ്ങളെ അങ്ങനത്തെ ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടായി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്നു വരാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു പ്ലേസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, നല്ലൊരു എത്രയാ 48 ഡിഗ്രി ചൂടുണ്ട് ഇവിടെ. നല്ല ചൂടുണ്ട് ഇവിടെ. ആ ചൂട്ടത്ത് ഇങ്ങനെ നല്ലൊരു തണുത്ത മീൻസ് നല്ലൊരു പച്ചപ്പും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക, എല്ലാം നിൽക്കുക. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോവാം. ബായ്. കാണില്ലേ, അപ്പൊ അവിടെ എന്തോ പോലീസും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഞാനിപ്പോ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ് ഡ്യൂട്ടി ചെയ്യാനും. മെട്രോ സ്റ്റേഷനിലേക്ക് പോകും. നല്ല വെയിലാണ്. ഇപ്പൊ സമയം ഒരു മണി 6 ആയിട്ടുണ്ടാവും. അപ്പം ഇതാ മേ ബി ആക്സിഡന്റ്, മേ ബി സം ലൈക്സ് ആക്സിഡന്റ് ആണ് അവിടെ. ഫുള്ള് ഫയർഫോഴ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. അപ്പൊ ഇതാണ് പ്ലേസ്. നല്ല ചൂടാണ്. സൂര്യനുണ്ട്. സൂര്യൻ തലേന്റെ മുകളിലല്ല സൂര്യൻ. അപ്പം എവിടെയാണ് മെട്രോ സ്റ്റേഷൻ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. എവിടെയായിരിക്കും അറിയില്ല. എവിടെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്? മെട്രോന്റെ ബസ്സൊക്കെ വരുന്നുണ്ട്. ഇല്ല. അപ്പൊ നല്ലൊരു ബിൽഡിംഗ് ആണ് ഇത്. കണ്ടില്ലേ, ഇനിയിപ്പോ ഈ യൂണിവേഴ്സിറ്റി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ചതിച്ചതാണ് ഗൈസ്. ഷെഫ് ഡ്രോപ്പ് ചെയ്താണ് ഇവിടെ. അപ്പോൾ ഷെഫ് പറഞ്ഞ ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നേരെ നമ്മൾ ദോഹ ജദീദ് പോയിട്ട് ദോഹ ജദീദിൽ നിന്ന് നേരെ അങ്ങനെ സ്കിപ്പ് ആവും. ഓക്കെ, അപ്പം മെട്രോ സ്റ്റേഷനിൽ വരുന്നത് നല്ല ചൂടാണ്. ഒരു രക്ഷയില്ല ചൂട്. ഒരു മെട്രോന്റെ ബസ് നിർത്തുന്ന സ്ഥലവും കാണുന്നില്ലല്ലോ. ആയി നല്ല കിടിലം പ്ലേസ് കേട്ടോ. കാണിച്ചോ, ഇതുണ്ടല്ലേ കുരങ്ങനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഗാർഡനൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. ആ ബിൽഡിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ട നല്ല രസമില്ലേ? എന്നാലും അവിടെ മൊത്തം പോലീസും കാര്യങ്ങളും എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയോ ആക്സിഡന്റ് ആണോ വലിയ. അല്ലാണ്ട് ഇത്ര പോലീസും ഫയർഫോഴ്സും അങ്ങനെ ഒന്നും വരത്തില്ല. എവിടെയാണ് 100 മീറ്റർ അപ്പുറത്ത് മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്ലൈറ്റിന്റെ ഒക്കെ ഇതൊക്കെ പോലത്തെ ഒരു സാധനം. ഫ്ലൈറ്റിന്റെ ആണോ? അല്ല, മേ ബി എവിടെയാണ് നല്ല രസമല്ലോ കാണാൻ. ബസ്സൊക്കെ അങ്ങനെ പോണേ. എവിടെയാണ് ശരിക്കും മെട്രോ സ്റ്റേഷൻ വരുന്നത്? ഞാൻ മെട്രോ സ്റ്റേഷൻ എവിടെയാണെന്നൊന്ന് നോക്കട്ടെ. നമ്മുടെ നസ്ര മെഡിക്കൽസ് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നത്. നമ്മൾ ഈ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മൊത്തം ഇതാ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലാണ്. നല്ല രസമില്ല കാണാൻ. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത് വലിയ കുട്ടി, ഇതതിൻ്റെ ചെറുത്, അതിൻ്റെ മുന്നേ ഉള്ള, അതിൻ്റെയും മുന്നേ ഉള്ള, പിന്നെ അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട്. ചെറിയ കുട്ടി പ്രസവിക്കുന്ന എന്തോ തോന്നുന്നു വീഡിയോ. നല്ല കാറ്റും നല്ല ചൂടും ഉണ്ട്. ഇതെന്താ ഞാൻ മെട്രോ സ്റ്റേഷൻ എവിടെ? കുഴപ്പമില്ല, അടിപൊളി സംഭവം. അതിന് സെൻറ്ററിൽ ഒരു വെള്ളച്ചാട്ടമൊക്കെ വന്നിട്ട് കൊള്ളാം കേട്ടോ. ഞാനിത് ഈ കാട്ടിലോട്ടേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, അതിനൊക്കെ ചെറുതായിട്ട്. അപ്പം ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇത് ഒരു പ്രസവിക്കുന്ന ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു ഹോസ്പിറ്റലാണ് ഇത് വരുന്നത്. അപ്പം ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ശരിക്കും ഒരു കുഞ്ഞ്, അതിൻ്റെ സെക്കൻഡ് ഒരു എന്താ പറയുക, ചെറിയ നമ്മളെ വയറ്റിലുണ്ടാവുന്നതാണ് ബാക്കിയെല്ലാം കാണിക്കുന്നത്. അതായത് 9 മാസം 8 മാസം അതേപോലത്തെ അത് ഇരട്ട കുട്ടികളൊക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങ് വരെ ഉണ്ട്. അതായത് സ്പേം പോലെ തൊട്ടിട്ട് ഇങ്ങനെ ലാസ്റ്റ് എന്താ പറയുക, ഒരു കുട്ടി എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളൊരു സാധനം. ഒരു 10 മാസവും പിന്നെ ഒരു 2 മാസം 2 വീക്ക് അങ്ങനെ എന്തോ തോന്നുന്നു. അപ്പോൾ ഇതാ നല്ല രസമുണ്ട് കാണാൻ. 4 മാസത്തിൻ്റെ ആയിരിക്കും. ഇത് 3 മാസത്തിൻ്റെ കാണിച്ചു തരാം. 3 മാസത്തിൻ്റെ, ഇത് 2 മാസത്തിൻ്റെ. കേട്ടോ, ഒരു ഷേപ്പ് ഇല്ലാതെ 2 മാസത്തിൻ്റെ തോന്നുന്നു. ഇത് 1 മാസത്തിൻ്റെ. 1 മാസത്തിലേക്ക് ഇങ്ങനെ ഉണ്ടാവുന്നല്ലേ.
നോക്കിയാൽ നല്ല രസമില്ല കാണാനും. ഐ ലൈക്ക് ഇറ്റ്. ഇത്ര വലിയ സ്റ്റാറ്റു ഒക്കെ ഞാൻ അറിയാം. ഇതൊരു മാസം മേ ബി ഇത് മേ ബി 2 ആഴ്ചത്തിൻ്റെ ആയിരിക്കും. 2 ആഴ്ചയിലെ 3 ആഴ്ച ആ റേഞ്ച്. ഒരു ന്യൂക്ലിയൻസ് അങ്ങനെ എന്തോ സാധനമല്ലേ, ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് മറ്റേ സാധനം ഇതറിയാം. ഇനി ഈ 2 പോൾ ഫേം അങ്ങനെന്തെങ്കിലായിരുന്നു. ഇത് നല്ല രസമാണ്. നല്ലൊരു കിടിലം പ്ലേസ് ആണ്. ഖത്തറിലെ തന്നെ നല്ലൊരു പ്ലേസ് ആണ്. മൊത്തം ബോൺ ബേബീസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി കാഴ്ചയാണ്. കണ്ടില്ലേ, കുറേ ഉണ്ട്. അത് അങ്ങ് വരെ, അങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട്. ആ റോഡ് മൊത്തം ഉണ്ട്. കിടിലം സാർ. മെട്രോ സ്റ്റേഷൻ കണ്ടില്ലെങ്കിലും ഇങ്ങനത്തെ ഒക്കെ കുറച്ച് നല്ലതൊക്കെ കണ്ടു. പൊടി മെട്രോ സ്റ്റേഷൻ ഞാൻ ഷെൽറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാര്യമുണ്ട്. കണ്ടില്ലേ, ഇന്ത്യയൊക്കെ നല്ല നല്ല വണ്ടിയും റഷും കാര്യങ്ങളൊക്കെ. ഇതിലൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഞാനിതാ 100 മീറ്റർ എന്ന് പറഞ്ഞിട്ട് 150, 200 മീറ്റർ, 500 മീറ്ററിന് അടുത്ത. ഇത് നല്ല രസമുണ്ട് കേട്ടോ. വേണ്ട പൊളി സാർ. എൻ്റെ ഫോണ് ചൂടായിട്ട് ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. മറ്റേ ഹീറ്റിംഗ് ടെമ്പറേച്ചർ കൂടുതലാണ്. നല്ല വെയിലല്ലേ നാട്ടിലെ, അതുകൊണ്ട് ഫോൺ ഓണായിട്ട് നല്ല ലാഗ് വരുന്നുണ്ട്. ഇതാണ് പ്ലേസ്. നല്ല അടിയിലൊക്കെ ചൂടായിട്ട് കാലില് നല്ല ചൂട് വരുന്നുണ്ട്. ഇത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. അല്ലേ, അതാ മെട്രോ സ്റ്റേഷൻ അതാ അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. ഞാൻ ഈ ഫോൺ എടുത്തു നോക്കാണ്, കാരണം ഫോൺ നല്ല ഹീറ്റ് ആവുന്നുണ്ട്. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് പതിയെ മെട്രോയിലെത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. ഗൈസ്, ഒരു കിട്ടിയില്ല പക്ഷീനെ കണ്ട നിങ്ങൾ? കണ്ട നല്ല രസയില്ലേ? അതിൻ്റെ ചിറകൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇത് പോകുന്നില്ല കേട്ടോ. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മാറി മാറി കളിക്കുക. എവിടെ അത്? നല്ല രസമാണ്. ഇതിനെന്താ ഒരു മെയിലിനെല്ലാം പോലത്തെ ഒരു സാധനം. അപ്പുറത്തെ മരത്തിലേക്ക് പോയി തോന്നും. ഇതാ മെട്രോ സ്റ്റേഷൻ കണ്ട്. ഈ ഓറഞ്ച് മതിൽ കണ്ടില്ലേ, അതെല്ലാം മെട്രോ സ്റ്റേഷൻ വരുന്നത്. എൻ്റെ ഫോൺ ഇത്ര സമയം ഓഫായിരുന്നു. അതാ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ കിളി. പൊളിയല്ലേ, നല്ല അടിപൊളി സ്ഥലമല്ലേ? ലൈക്ക് ഇറ്റ്. നല്ല സൂപ്പർ സ്ഥലം. 2 ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ മെട്രോ സ്റ്റേഷൻ കാണുന്നുണ്ടോ? നല്ല ചൂടുണ്ട് ഗൈസ്. അങ്ങനെ ഒടുവിൽ നമ്മൾ മെട്രോ സ്റ്റേഷൻ കണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോൾ വന്ന വഴി. കണ്ടില്ലേ, നല്ല അടിപൊളി വഴിയാണ്. മെട്രോ സ്റ്റേഷൻ എവിടെ വരുന്നത് വെച്ചാൽ ഇതിൻ്റെ എൻഡിങ്ങിൽ തന്നെ മെട്രോ സ്റ്റേഷൻ. കണ്ടില്ലേ, ഇതാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. ഞാനിപ്പം സ്റ്റിക്കിലേക്ക് മാറ്റി, കാരണം ഭയങ്കര ചൂടാണ്. മെട്രോ സ്റ്റേഷൻ്റെ എത്താറെ എവിടെയാണ് ഗൈസ്? മെട്രോ സ്റ്റേഷൻ മാറി. അതായത് ഖത്തർ നാഷണൽ ലൈബ്രറി സ്റ്റേഷനാണ്. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് നമ്മുടെ മ്യൂസിയം ആണോ, അതായത് ഖത്തർ എഡ്യൂക്കേഷൻ സിറ്റി ആണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഇത് ഉള്ളതെന്ന് വെച്ചാൽ ഇതാണ് സൈക്കിൾ പാർക്ക്. ഇതാണ് ഇപ്പം വന്ന പ്ലേസ് ഉണ്ട്. അവിടെയാണ് മറ്റേ ബോൺ ബേബീസിൻ്റെ സ്റ്റാറ്റു കൊടുത്തിരിക്കുന്നത്. ഇത് ഇവിടെയുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇവിടെയുണ്ട് അതേപോലത്തെ ഒരു ചെറിയൊരു ആർച്ച്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സമയം ഓൾറെഡി വൈകി. 1 മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു. ഇതേപോലത്തെ സ്ഥലത്ത് ഞാൻ ഇരുന്നു. അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക്നെസ് ഉള്ളത് ഇവിടെയാണെന്ന് തോന്നുന്നു, അല്ലേ? കണ്ടില്ലേ? അപ്പം ഇത് കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു വിൻറ്റേജ് ടൈപ്പിൽ. നോക്കിയാൽ പൊളിയല്ലേ ഗൈസ്? നല്ല കാര്യമുണ്ട്. ഇവിടെ നല്ല തിക്ക് കണ്ടില്ലേ, നല്ല തിക്ക് ഇതാണ്, ചപ്പാണ്. ഇവിടെ നല്ല കിളികളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു, കിളികളെ. നല്ല ശാന്തമായ കാമായുള്ള സ്ഥലമല്ലേ, അപ്പോൾ അവിടെ ചിലപ്പോൾ മേ ബി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയും ചൂടിൻ്റെ അടുക്കുന്ന ഇവരെ എവിടെ പോയിട്ട് താമസിക്കാനോ? അപ്പോൾ ഇങ്ങനത്തെ നല്ല ഹിഡൻ സ്പോട്ടൊക്കെ കിട്ടിക്കാനിതാ
ഒട്ടും ചൂടില്ല കേട്ടോ, നോക്കിയാൽ ഒട്ടും ചൂടില്ല, നല്ല നല്ല തണുപ്പുണ്ട്, പച്ചപ്പിൻ്റെ തണുപ്പ് നല്ലോണം. അപ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. Maybe hospital. Yes. Hospital is easier. Straight. This side. That's it. Hospital. नजदीक है ना? Yeah. Hindi. हाँ. Hey, hospital. Maybe अंदर जाने का maybe जगह है. वो उधर है ना मेट्रो स्टेशन का maybe. नहीं देखा अंदर? फर्स्ट टाइम यहाँ पे ट्रेन से गए. Maybe अंदर में जाने का चाहिए. थोड़ा देखो इधर सीधा जाएगा तो थोड़ा देखो गरम ज़्यादा है. അങ്ങനെ ഒടുവിൽ ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലെത്തിയിരിക്കുന്നു. ഓ നല്ല ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഇപ്പം ആ മെട്രോൻ്റെ ഉള്ളിലുള്ള ആ തണുപ്പ് വരുമ്പോൾ നല്ല രസമുണ്ട്. ഇതാ ടു ട്രെയിൻസ് ഇവിടെ എത്തിയിരിക്കുന്നു. കുറച്ച് ലോങ് ആണ്, ഞാൻ നിന്നിടത്തുനിന്ന് കുറച്ച് ഒരു 100 മീറ്ററും കൂടി നടക്കാനുണ്ടെന്നു മെട്രോൻ്റെ ഉള്ളിലേക്ക്. ഞങ്ങൾ ഇതാ മെട്രോയിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ. ഒരുപാടുണ്ട് കേട്ടോ, കണ്ടില്ലേ ഓൾറെഡി ഇവിടെ തന്നെ കുറേ ഉണ്ട്. അതേപോലെ ഇതാ ഇവിടെ ഉണ്ട്. സ്റ്റേഷൻ്റെ സംഭവം ഒന്നും കാണുന്നവരില്ല, പക്ഷേ AC ഉള്ളതുകൊണ്ട് ചൂടില്ലാത്തതുകൊണ്ട് ഇവിടെ അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല. ദാഹിച്ചിട്ട് എന്തെങ്കിലും ഇനി കുടിക്കാൻ എന്തെങ്കിലും മേടിക്കണം. അവിടെ ഏതെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ. പിന്നെ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ എന്താ പറയുക, അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കുഞ്ഞും ഒരു ഉമ്മയും. അപ്പം അവർക്ക് വഴി ഞാൻ കാണിച്ചു കൊടുത്തു. പിന്നെ മേ ബി ഇതിൻ്റെ ഉള്ളിലോട്ട് എന്തോ വഴി ഉണ്ടാവും. മേ ബി അത്രയും വലിയ ഹോസ്പിറ്റൽ ഒരു മെട്രോ സ്റ്റേഷൻ വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഉള്ളിലേക്കൊരു വഴി വരേണ്ടതാണ്. പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടെ കാണുന്നില്ല. മേ ബി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവരിനി ഞാൻ വന്നതിലൂടെ നടന്നു പോകണം. ഇറ്റ്സ് ഇമ്പോസിബിൾ. അവർ കുറച്ച് ഒരു പ്രായമായ അങ്ങനെയൊക്കെ ടൈപ്പ് ആൾക്കാരാണ്. എന്താ ഇവിടെ ബസ് സ്റ്റേഷൻ്റെ ഇതാ ഈ സൈഡിലാണ് ബസ് സ്റ്റേഷൻ വരുന്നത്. ഈ വഴി നേരെ പോകുന്നത് മേ ബി ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും. ഇവിടെയൊക്കെ എൻട്രൻസ് ഉണ്ട്. ഇപ്പോൾ സമയത്ത് 12:45. അപ്പോൾ ഞാൻ മെട്രോയിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. അപ്പം എൻ്റെ ഫോണിൻ്റെ ബേക്കിലാണ് ആ മെട്രോൻ്റെ സ്ഥലം. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാം. വർക്കാവുന്നില്ലല്ലോ, ഒന്ന് പാട്ടൊക്കെ. ഞാൻ ഇറങ്ങി വന്നത് നേരെ എവിടെയാ, മാൾ ഓഫ് ഖത്തർ റോഡിലാണ്. ഇതെവിടെയാ, മൻസൂറ മുഷരിഫ് ഇതാണല്ലോ. അപ്പം ഈ വഴിയാണ് പോകേണ്ടത്. 2 മിനിറ്റ് സമയമുണ്ട്. ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ, ഉണ്ടല്ലേ. അപ്പം നമ്മൾ പോകേണ്ടത് സ്റ്റാൻഡേർഡിലാണ്. സ്റ്റാൻഡേർഡ് സ്റ്റേഷൻ ഇതിൽ കയറാൻ തോന്നല്ലേ. വണ്ടി വന്നിട്ടുണ്ട്, അപ്പം ഞാൻ കയറാൻ പോവാണ്. അപ്പോൾ ഇന്നൊരു ഡെയിലി വീഡിയോ എടുക്കേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ അതാ വണ്ടി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. നീയെല്ലാം വിചാരിക്കുന്നുണ്ട് ഇവൻ ഏതാ ഈ സ്റ്റിക്കൊക്കെ എടുത്തിട്ട് വ്ളോഗൊക്കെ എടുക്കുന്നത്, ഇവൻ ആരാന്ന് വിചാരിക്കുന്നത്. വാട്ട് എവർ ഈസ്. ഇവിടെ ഒരു കുട്ടിയില്ല, കണ്ടില്ലേ, ഒരു മനുഷ്യ കുട്ടിയില്ല. ആൾക്കാർ ഭയങ്കര കുറവാണ്, ഭയങ്കര ലെസ്സിങ്ങാണ് ആൾക്കാർ. അപ്പോൾ ഗൈസ് വന്ന ഉടനെ തന്നെ നല്ല ചെമ്പല്ലി ഫ്രൈ ഉണ്ട്. പിന്നെ ഇതെന്താ, ചീരത്തോരനുണ്ട്, വെളുത്തുള്ളി അച്ചാർ, പിന്നെ തൈര്. അപ്പോൾ ഇത്രയും സാധനമാണ്. അപ്പോൾ അതാ കഴിക്കുവാണ്. ഫസ്റ്റ് എടുക്കണമായിരുന്നു, പക്ഷേ വിശന്നിട്ടാണ് വന്നത്, അതുകൊണ്ട് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിക്കുവാണ്. സൂപ്പർ ഫുഡ്, അടിപൊളിയായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിൽ കുറച്ച് ബ്ലോഗും കാര്യങ്ങളും കിച്ചൺ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.